അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്ന് അരിയോ റൊട്ടിയുടെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മലബാർ പത്തൽപ്പൊടി അല്ലെങ്കിൽ അമീസ് പത്തൽപ്പൊടി അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി എന്നൊക്കെ പറയുന്ന പൊടിയാണ് വേണ്ടത്. ഇത് പുഴുങ്ങലരി പൊടിച്ചതാണ്. ഇത് വെള്ളം, ഉപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്ക് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കാം. വെള്ളവും ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുകയാണിത്. ഒന്നും കൂടി സോഫ്റ്റായി കുഴച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ നല്ലോണം സോഫ്റ്റായി ഒന്നും കൂടി കുഴച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഉരുളകളാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ. അത് ഒരു ഷീറ്റ് എടുത്തിട്ട് സ്ക്വയറായിട്ടുള്ള ഷീറ്റ് എടുത്താലും മതി. ഉരുള ഇതിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യലാണ് ഞാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും റൗണ്ട് ഷേപ്പിൽ. അതല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൈ കൊണ്ട് പരത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു പാന് ചുടാൻ വെച്ചിരുന്നു. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ കൈ യൂസ് ചെയ്തിട്ടാണ്, ഞാൻ ചട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഇതൊന്നുകൂടി കാണിച്ചു തരാം. ഷീറ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്യുക. രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ചിട്ടതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ടിഷ്യോ അതോ വാഴയിലയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം വെച്ചിട്ട് പൊറോട്ടി ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പൊറോട്ടി പൊന്തി വരും. അപ്പോൾ ഇത് വെന്തെന്നാണ് അർത്ഥം. നമുക്കിത് മാറ്റാം. ഇതുപോലെ പൊന്തി വന്നതിന് ശേഷം നമുക്ക് മാറ്റാം. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അടുത്തത് പൊന്തി വന്നിരിക്കുകയാണ്. റൊട്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.